നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഉപരോധ പട്ടികയിലുള്ളതും ഇറാനുമായി ബന്ധമുള്ളതുമായ 3 എണ്ണക്കപ്പലുകൾ ഇന്ത്യൻ തീരസംരക്ഷണ സേന പിടിച്ചെടുത്തു. ഈ മാസം ആദ്യം മുംബൈ തീരത്ത് വെച്ചാണ് കപ്പലുകൾ കസ്റ്റഡിയിലെടുത്തത് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. നിയമവിരുദ്ധ വ്യാപാരം തടയുന്നതിന്റെ ഭാഗമായി സമുദ്രമേഖലയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാനെ ആക്രമിക്കാൻ US ലക്ഷ്യമിടുന്നതായും റിപ്പോർട്ടുണ്ട്. ഇറാനിൽ ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിക്ക് US സൈന്യം സജ്ജമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി പുറത്തുവിടുന്നത്. ഇറാനും USഉം തമ്മിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാകും ഇതെന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USന്റെ USS ജെറാൾഡ് R. ഫോൾഡ് മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട്. കരീബിയൻ കടലിൽ നിലയുറപ്പിച്ചിരുന്ന ജെറാൾഡ് R. ഫോൾഡ് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര തുടങ്ങിയെന്നാണ് വിവരം. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെ കുറിച്ച് US പ്രസിഡന്റ് ട്രംപ് വെള്ളിയാഴ്ച പരസ്യമായി പ്രതികരിച്ചിരുന്നു. അതാണ് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമെന്നാണ് തോന്നുന്നത് എന്നാണ് നോർത്ത് കരോലിനയിലെ ഫോർട്ട് ബ്രാഗിലെ സേനാ പരിപാടിയിൽ പങ്കെടുക്കവേ ട്രംപ് പറഞ്ഞത്. നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഇറാൻ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആക്രമിച്ചാൽ USന് തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ നിയന്ത്രിക്കണമെന്ന അടക്കം US ആവശ്യപ്പെടുന്നുണ്ട്. ഉപരോധങ്ങൾ നീങ്ങുമെങ്കിൽ ആണവ പദ്ധതിയെ പരിമിതപ്പെടുത്താനും ഉള്ള കരാറിന് ഇറാൻ തയ്യാറാണ്. എന്നാൽ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കില്ല എന്നും മിസൈൽ ശേഷി അടക്കം രാജ്യത്തിന്റെ പ്രതിരോധ വിഷയങ്ങളിൽ ആരും ഇടപെടേണ്ട എന്നുമാണ് ഇറാൻ ആവർത്തിക്കുന്നത്. രാജ്യത്തിന് മേൽ ചുമത്തിയ ഉപരോധങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അമേരിക്കയുമായുള്ള ആണവ കരാറിലെത്താൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെന്ന് ഇറാന്റെ വിദേശകാര്യ ഉപമന്ത്രി മജിദ് തഗ്ദ റവഞ്ചി അറിയിച്ചു. എന്നാൽ മിസൈൽ പദ്ധതികൾ ഉൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങളെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനെ തള്ളിക്കൊണ്ടാണ് ഈ നീക്കം പറയുന്നത്. തങ്ങളുടെ പ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്ന ഒരു കരാറിനും തയ്യാറല്ല എന്ന് മജിദ് തഗ്ത റവഞ്ചി വ്യക്തമാക്കി. BCCക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഞങ്ങളുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ ആണവ ഉപരോധങ്ങളെ കുറിച്ച് സംസാരിക്കാനും തയ്യാറാണ്. ആ ഉപരോധങ്ങളും ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ട്. മറുവശത്തുള്ളവർ അവരുടെ ഭാഗം നിർവഹിക്കുമെന്ന് ഉറപ്പു നൽകുന്നില്ലെങ്കിൽ ഇറാൻ മാത്രം ചില കാര്യങ്ങൾ ചെയ്യണമെന്ന ധാരണ അംഗീകരിക്കാനാവില്ല. പന്തിനി അമേരിക്കയുടെ കോർട്ടിലാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാത്രിയും സമാനമായ രീതിയിൽ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു പോക്കുവരവ്, അതുപോലെ തന്നെ ഒരു പരീക്ഷണം ഒക്കെ തന്നെ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കൃത്യമായി ഇറാൻ പറഞ്ഞത് കൃത്യമായി എല്ലാം തന്നെ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് ഇറാൻ ഒരു പ്രകോപനത്തിനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പരമാവധി പിന്നിലോട്ട് നിന്ന് അമേരിക്കയെ പരമാവധി പ്രകോപിപ്പിക്കാൻ തൊട്ടാ പൊട്ടുന്ന കണക്കിനാണ് ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത്. അതായത് ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറുവിരൽ അനങ്ങിയാൽ പോലും ഒരു പുല്ല് ഒന്ന് ആടിയാൽ പോലും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ അമേരിക്ക തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഒരു പ്രകോപനം ഉണ്ടാക്കി തങ്ങൾക്ക് ഒരു വലിയൊരു വിനയാക്കി മാറ്റാതിരിക്കാൻ പരമാവധി ഇറാൻ ശ്രമിക്കുന്നുണ്ട്, ഒതുങ്ങിപ്പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ആണവ ചർച്ചകളുടെ 2ാം ഘട്ടം ഈ ജനീവയിൽ നടക്കുന്നുണ്ട്. ഇന്ന് മുതലാണ് ജനീവയിൽ ഇത് നടക്കാനായി ആരംഭിച്ചിട്ടുള്ളത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചാണ് ജനീവയിൽ വെച്ച് നടക്കുന്ന ഈ 2ാം ഘട്ട ചർച്ചകൾക്ക് ഒമാൻ ആതിഥ്യം വഹിച്ചുകൊണ്ട് സ്വിസ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ വക്താവ് തയ്യാറല്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഈ സ്വിറ്റ്സർലാൻഡ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 6-ന് ഒമാനിൽ വെച്ചായിരുന്നു ആദ്യഘട്ട ചർച്ചകൾ നടന്നിരുന്നത്. ഇറാനിയൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗച്ചി, US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, US പ്രസിഡന്റ് ട്രംപിന്റെ മരുമകൻ ജരാഡ് കുഷ്നർ എന്നിവരാണ് ചർച്ചയുടെ ഭാഗമായത്. ഒമാന്റെ മധ്യസ്ഥയിലായിരുന്നു പരോക്ഷമായ ചർച്ചകൾ നടന്നിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ അത്രയും ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ ഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അബ്ബാസ് അരാഗച്ചിയും US പ്രതിനിധിയും ഒക്കെ തന്നെ ജനീവയിൽ എത്തിയിട്ടുണ്ട്. ജനീവയിലെ ഇന്നത്തെ ചർച്ച അത് നിർണായകമാണ്. ആദ്യഘട്ട ചർച്ച ഒരിടത്തും എത്താതെ, ഒരു ഉത്തരത്തിലെത്താതെ ഇങ്ങ് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ 2ാം ഘട്ട ചർച്ച അങ്ങനെ പോകരുത്, കൃത്യമായ ഉത്തരത്തിൽ എത്തേണ്ടതുണ്ട് എന്നുള്ള ഉറപ്പിന്മേലാണ് ചർച്ചകൾ നടക്കുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണണം ഇത് എവിടെ കൊണ്ട് അവസാനിക്കും എന്നുള്ളത്. ഞങ്ങളുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ അവർ ഉപരോധങ്ങളെക്കുറിച്ച് സംസാരിക്കാനും തയ്യാറാണ്. ആ ഉപരോധങ്ങളും ചർച്ചാ വിഷയമാക്കേണ്ടത്
നിർവഹിക്കേണ്ടതുണ്ട്. മറുവശത്തുള്ളവർ അവരുടെ ഭാഗം നിർവഹിക്കുമെന്ന് ഉറപ്പ് നൽകുന്നില്ലെങ്കിൽ ഇറാൻ മാത്രം ചില കാര്യങ്ങൾ ചെയ്യണമെന്ന ധാരണ അംഗീകരിക്കാനാവില്ല. പന്തിന് അമേരിക്കയുടെ കോർട്ടിലാണ് എന്നാണ് പറയുന്നത്. അതായത് ഇറാൻ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇറാന്റെ തന്ത്രമാണ് പണ്ട് മുതലേ ഇത്. അതായത് തങ്ങളുടെ ഭാഗം ക്ലിയർ കട്ടാണ്, തങ്ങൾ ഇനി ഒന്നുമേ ചെയ്യാനില്ല, ഇനി മറുഭാഗം നിൽക്കുന്നവരാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അതായത് രണ്ടിലും അഭിപ്രായമില്ലാതെ എന്നാൽ നിഷ്പക്ഷമായി പോകുന്ന പലരുടെയും പല ലോകരാജ്യങ്ങളുടെയും ഒരു അഭിപ്രായം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാ കാലത്തും ഇറാൻ നിലനിർത്തുന്നുണ്ട്. അതായത് ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരാണ്, ഇനി ചെയ്യേണ്ടത് മറുവശത്തെ ആൾക്കാരാണ്, അവരാണ് അനാവശ്യമായി നമ്മളെ ഇത് ചെയ്യുന്നത്, പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിലാണ് ഇനി കൃത്യത വരേണ്ടത്, വ്യക്തത വരേണ്ടത്. ആണവ ചർച്ചകളുടെ 2ാം ഘട്ടം എന്തായാലും ജനീവയിൽ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അടുത്തയാഴ്ച ജനീവയിൽ വെച്ച് നടക്കുന്ന 2ാം ഘട്ട ചർച്ചകൾക്ക് ഒമാൻ ആതിഥേയത്വം വഹിക്കുമെന്നും സ്വിസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ വക്താവ് തയ്യാറായിട്ടില്ല. ഏതായാലും പതിറ്റാണ്ടുകളായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ സ്വിറ്റ്സർലാൻഡ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും അമേരിക്കയിൽ നിന്നും അത്ര നമുക്ക് സന്തോഷകരമായ വാർത്തയല്ല വരുന്നത്. അതായത് എന്തിനും തയ്യാറായെന്നോണം തങ്ങളുടെ പക്കലുള്ള എല്ലാ സൈനികരെയും എല്ലാ സേനയും എല്ലാ പട്ടാളത്തെയും നിരത്തിക്കൊണ്ട് ഒരു യെസ് പറഞ്ഞാൽ വെടി പൊട്ടുക, യെസ് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ വെടി പൊട്ടിയിരിക്കണം എന്നുള്ള മട്ടിലാണ് അമേരിക്ക എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നതെന്ന വ്യക്തമാകുന്ന പ്ലാൻ തന്നെയാണ് പുറത്തു വരുന്നത്.